ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നാൻഖട്ടായ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ നാൻഖട്ട എന്നാണ് പറയുന്നത്. എല്ലായിടത്തും അങ്ങനെയാണോ എന്നറിയില്ല. ചിലയിടത്ത് ഗീ ബിസ്ക്കറ്റ് എന്നും പറയാറുണ്ട്. ഇത് മിക്കവാറും എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും. ചെറിയ ബേക്കറിയിലും വലിയ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുള്ളവർ അതിൻ്റെ ടേസ്റ്റ് മറക്കില്ല അല്ലേ. മുകളിൽ നല്ല സോഫ്റ്റും താഴെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നാൻഖട്ടായ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഓവനില്ലാതെ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യാണ്. ചൂടാക്കി ഒന്നും എടുക്കരുത്. ഈ നെയ്യിൽ എപ്പോഴും കുറച്ച് തരികൾ കാണുമല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ ഫോർക്കും സ്പൂണും കൂടെ പിടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. കംപ്ലീറ്റ് തരികളൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ മാറ്റിയെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കണം. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കുക. പഞ്ചസാര നെയ്യിലോട്ട് ചേർത്തിട്ടാണ് അലിയിച്ചെടുക്കുന്നത്. അപ്പോൾ അലിഞ്ഞു കിട്ടാൻ പാടാണ്. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ മാക്സിമം അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 10 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് കുറച്ച് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. പഞ്ചസാര കംപ്ലീറ്റ് അലിയില്ല, കുറച്ച് തരി പോലെ കാണും. അത് സാരമില്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 2 നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ചേർത്ത ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മൈദയുടെ എല്ലാ ഭാഗത്തും ആയി വരും. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നെയ്യും പഞ്ചസാരയിൽ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഫുൾ മാവ് ഇടരുത്, പകുതി മാവ് ഇപ്പം ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കി മാവും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. നല്ല നൈസ് ആയിട്ടുള്ള റവയാണ് ചേർക്കാൻ. അപ്പോൾ അതില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ കുറേ നേരം ഒന്നും കുഴക്കേണ്ട, ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കുഴച്ച മാവിന് നനവ് കൂടുതലാണോ അതോ ഡ്രൈ ആയി പോയോ എന്നൊക്കെ. ഞാനിപ്പോൾ പറഞ്ഞ അളവിലാണ് മൈദയും നെയ്യും ഒക്കെ ചേർത്തതെങ്കിലും ചില മാവ് വെള്ളം കൂടുതൽ പിടിച്ചെടുക്കും. അപ്പോൾ ചിലപ്പം ഡ്രൈ ആയി പോവും, അല്ലെങ്കിൽ നനവ് കൂടിയിരിക്കും. ഡ്രൈ ആയി പോയാൽ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നനവ് കൂടിപ്പോയാൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നനവും കൂടി പോവരുത്, ഡ്രൈയും ആയി പോവരുത്. പാൽപ്പേടയൊക്കെ ഇല്ലേ, അതുപോലെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം മാവ്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു ബോളാക്കി എടുക്കുക. എന്നിട്ട് കൈവെള്ളയുടെ നടുക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഗീ കേക്കിൻ്റെയും സ്പോഞ്ച് കേക്കിൻ്റെയൊക്കെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴ്ഭാഗം കട്ടിയുള്ള പാത്രം തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണം. ഞാനിവിടെ കേടായി പോയ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഉപ്പിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു തട്ട് വെച്ച് കൊടുക്കാം. പാത്രം ഡയറക്റ്റ് ആയിട്ട് ഉപ്പിൽ വയ്ക്കരുത്. ഞാനിപ്പോൾ ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഇട്ടിട്ടാണ് ബിസ്ക്കറ്റ് വെച്ചത്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം ഓരോ ബിസ്ക്കറ്റും വയ്ക്കാൻ വേണ്ടിയിട്ട്. ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് വരും ബിസ്ക്കറ്റ്. മീഡിയം തീയിലോട്ട് ഇട്ടിട്ട് 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 10 മിനിറ്റോളം നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം തൊട്ടാൽ താന്നു പോവും. റെഡിയായി കഴിയുമ്പോൾ മുകൾ ഭാഗം തൊട്ടാൽ താന്നു പോവില്ല. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ തൊട്ട് നോക്കാം.
അപ്പോൾ താന്നൊന്നും പോണില്ല. ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. തീ ഒരിക്കലും കൂട്ടിയിട്ടിട്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ബേക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ബിസ്ക്കറ്റിൻ്റെ താഴ്ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നാൻകട്ട എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഒരു പാടും ഇല്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.